നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഇത്ര വൈകിയത്? ഈ നരകത്തില് ഒരു മിനിറ്റ് വൈകി വന്നാൽ അത്രത്തോളം ടെൻഷൻ കുറഞ്ഞു കിട്ടും. വീട് സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും മനുഷ്യന്റെ ഓരോരോ സ്വഭാവ രീതികളാ. എന്നെ കുറിച്ചല്ലടി നീ പറഞ്ഞത്. അയ്യോ അല്ല, ചൂടാകാതെ. കുറച്ചൊക്കെ പഠിപ്പ് എനിക്കും ഉണ്ടല്ലോ. നമുക്ക് നാമേ പണിവത്ത് നാഗം നരകവും അതുപോലെ എന്നൊരു കവി പാടിയിട്ടുണ്ട്. മതിയടി, ഒന്നടങ്ങ്. ദേഷ്യം പിടിച്ചിട്ടാണല്ലോ വന്ന് കേറിയിരിക്കുന്നത്. വഴക്കുണ്ടാക്കാനാണോ ഭാവം? എന്നെ ചൊറിയാൻ വന്നാലേ ആരായാലും ഞാൻ വെറുതെ വിടില്ല. ഇങ്ങനെയൊരു മൊശട. ഈശ്വരാ, ഇതിനും വേണ്ടി ഞാൻ എന്ത് പാവമാണോ എന്തോ ചെയ്തിരിക്കുന്നത്. കുറച്ചൊക്കെ ക്ഷമയും വീണ്ടും വിചാരമൊക്കെ വേണ്ടേ മനുഷ്യർക്ക്? ഈ മൊരട്ട് രീതികളൊക്കെ കണ്ടും കേട്ടുവാ നമ്മുടെ മോൻ വളരുന്നത്. അവനെ മൊരടനാക്കാനാണോ നിങ്ങളുടെ ഭാവം? മുഖത്ത് ഈ ദേഷ്യമൊക്കെ അങ്ങ് മാറ്റിവെച്ച് ഒരു ചിരി ഫിറ്റ് ചെയ്താലേ എന്ത് ഭംഗിയാ കാണാനെന്നറിയോ? വേണ്ട, എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനാണെങ്കിലേ നിന്റെ ഈ സോപ്പടിൽ പതിവാണല്ലോ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? എല്ലാവരുമായിട്ടും യോജിച്ചു പോണം. ദിയമോൾ ഇവിടെ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനൊന്നുമില്ല. ഈ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുത്തി ദിയമോളെ പോയി കണ്ട് ഒരു നല്ല വാക്കൊക്കെ പറഞ്ഞ് ഒരു നല്ല കാര്യം കൂടി ചെയ്താ ദിയമോക്കും സന്തോഷമായി, വന്ദനയ്ക്കും സന്തോഷമായി. ഇവിടുത്തെ ടെൻഷന് മൊത്തത്തിലൊരു അയവ് കിട്ടും. എന്താണാവോ നല്ല കാര്യം ഒന്ന് പറയ്. ഒരു 500 രൂപ കാശ് ആ കൊച്ചിന്റെ കയ്യിൽ വെച്ചു കൊടുക്കണം. ഒരയവ് കിട്ടാൻ 500 രൂപയോ? അങ്ങനെ അയവ് വരുത്തണ്ട. കാര്യങ്ങൾ അങ്ങനെ ടെമ്പറായിട്ട് നിൽക്കട്ടെ. ഞാൻ പണക്കാരിയും പത്രാസുകാരിയും ഒന്നും അല്ലെങ്കിലും കുടുംബക്കാരിയാ. ഒരു വീട്ടിലെ ആൾക്കാർ തമ്മിലുള്ള അകൽച്ചയും പിണക്കമൊന്നും കണ്ട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞതാ. അച്ഛമ്മയോടെങ്കിലും ഒന്ന് മയത്തിൽ പെരുമാറിക്കോളാം. കൊള്ളാം, അച്ഛമ്മ ബെസ്റ്റ് കക്ഷിയാ. മാധവൻ നായരും ചന്ദ്രികാമേൻ സോപ്പിട്ട് നിൽക്ക ആ മുതുകളവി. വയസ്സുകാലത്തവരെ മണിയടിച്ചു നിന്നില്ലെങ്കിലേ വെള്ളമിറങ്ങില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തോറ്റ് തറപറ്റി കാണണമെന്ന അവരുടെ പക്ഷം. ആര് തോറ്റു തുലം പാടുന്ന് കണ്ടറിയാലോ. അതുവരെ ഇങ്ങനെ വിഘടിച്ച് തന്നെ പോട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്, നീ പോയി ഭക്ഷണം എടുത്തു വെക്കേ. വിഘടിച്ച് നിൽക്കുന്നതിന്റെ കുറവേ ഭക്ഷണം കാണുമ്പോ ബോധ്യാവും. നിന്ന് ചിലക്കാതെ പോയി ഭക്ഷണം എടുത്തു വെക്കടി. എന്റെ അടുത്ത് അവരുടെ കളി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.